ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വരുന്നത് റമദാൻ ഡീപ്പ് ക്ലീനിങ് ഡേ 2 ആണ് കേട്ടോ. രണ്ടാമത്തെ ദിവസമാണ് നമ്മളെ ക്ലീനിങ്ങിൻ്റെ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ എല്ലാവരും ലൈക്ക് ബട്ടണോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. ലൈക്കിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. ഞാൻ എടുത്ത് പറയുന്നത് നിങ്ങൾ മറന്നു പോകുന്നതുകൊണ്ടാണ്. ഇപ്പം മറന്നേ പോലെ. അപ്പോൾ ഇതാ രാവിലെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആക്കാനുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഇന്നലെ പുട്ട് പൊടി ഉണ്ടാക്കിയിട്ട് നമ്മൾ പത്തിരിപ്പൊടി കൊണ്ട് ഇങ്ങനെ വാട്ടിയിട്ട് പുട്ടുപൊടി ഉണ്ടാക്കൂലേ, അത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി. പിന്നെ കുറച്ച് ഉപ്പേരിക്ക് അങ്ങനത്തെ ഒന്ന് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. റഫീക്ക മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് മീനാണ് കൊണ്ടുവരികയെന്ന് അറിയില്ല. പിന്നെ മീൻകറിയാണ്. പിന്നെ പുട്ടിൻ്റെ പൊടിയൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കട്ടെ. പൊടിയും തേങ്ങയൊക്കെ ഒന്ന് എടുക്കട്ടെ. ക്ലീനിങ് ഉള്ള ദിവസം കുറച്ച് എളുപ്പത്തിലുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ ദോശയ്ക്ക് ആട്ടി വെക്കുക, ഇഡ്ഡലിക്ക് ആട്ടി വെക്കുക, അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ. അത് ഇങ്ങനെ പുട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമാകുമല്ലോ. കുക്കിംഗ് കുറച്ചും കൂടെ ഒന്ന് സിമ്പിളാക്കണം. അപ്പം ഞാൻ നോക്കിയ സമയത്ത് തേങ്ങ ചിരകിയത് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാനതിൽ ഉണ്ടെന്ന് വിചാരിച്ചു ഇന്നലെ രാത്രി നോക്കിയപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ചിരകി വെച്ചില്ല കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ എടുത്തപ്പോൾ റഫീഖ ചിരകി തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ചിരകി തുടങ്ങിയതാ. അപ്പോൾ ബാക്കി വാങ്ങിയിട്ട് റഫീഖ ചിരകുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചുണ്ട് കേട്ടോ, പക്ഷെ തികയില്ലാന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ പഴം ഇട്ടിട്ടുള്ള പുട്ടില്ലേ, അതാട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നേന്ത്രപ്പഴം നമ്മൾ പഴുത്താൽ ഓവർ പഴുക്കരുത്. ആ ഒരു കറ പോകുന്ന എന്നാൽ പഴുത്തു നമുക്ക് കഴിക്കാൻ പറ്റും. ആ ഒരു പഴുപ്പാകുമ്പോൾ നമ്മളിവിടെ ഒരു ഫുൾ കൊലയാണ് കേട്ടോ വാങ്ങുക. അപ്പം ഇങ്ങനെ അത് കൊലയിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പെട്ടെന്ന് എടുത്തിട്ടില്ലെങ്കിൽ വേഗം പഴം കറുത്ത് കൂടുതൽ പഴുത്ത് അങ്ങനെയായി പോകില്ലേ. കുറേ ആളുകളുള്ള വീട്ടിലൊക്കെ നമുക്കൊക്കെ കുറേ ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ. എന്നാൽ നല്ല പഴം പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് ആ പഴുപ്പുള്ള കാര്യങ്ങളും രാവിലത്തേക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആ കറക്റ്റ് പഴുപ്പുള്ള കിട്ടുകയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യലിങ്ങനെയാണ് കേട്ടോ. പഴം പഴുത്ത ആ കറക്കുത്തങ്ങ് മാറി പഴുത്ത് ഒന്ന് കറക്റ്റ് പഴുപ്പായി കഴിഞ്ഞാൽ ഓവർ പഴുക്കുകയും ചെയ്യരുത്. പഴുത്തു എന്നായാൽ മതി കേട്ടോ. എന്നിട്ട് അതെടുത്തിട്ട് ഇങ്ങനെ പടല കട്ട് ചെയ്തെടുക്കൂലേ, അങ്ങനെ എടുത്തിട്ട് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. അതങ്ങനെ കവർ ചെയ്തിട്ട് വെറുതെ വെക്കരുത്, കവർ ചെയ്തിട്ട് വെക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ പഴം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കൈ കാണിച്ചു തന്നത് എന്താണെന്ന് വെച്ചാൽ റിങ്ങും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ കയ്യിൽ കഴുത്തിലൊന്നും ഇല്ലാതെ വീട്ടിലിങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കാനാണ് കേട്ടോ. ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറേ മുമ്പ് കമൻറ്റ് കാണുമായിരുന്നു, കയ്യിൽ വള ഇട്ടൂടെ, മോതിരം ഇട്ടൂടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ കമൻറ്റ് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇടാൻ തുടങ്ങിയതാണ് കേട്ടോ. ഇപ്പം അത് ശീലമായിട്ടുണ്ട്. എന്നാലും ഇതിങ്ങനെ ഇല്ലാണ്ടിരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കൈയിട്ടിട്ട് ഇങ്ങനെ പണിയെടുക്കാനൊക്കെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസം ഞാനിങ്ങനെ ചെയ്തപ്പോൾ കയ്യിലിങ്ങനെ റിങ്ങില്ലല്ലോ എന്ന് ഓർമ്മയായപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് പഴത്തിലേക്ക് വരാം. പഴം അങ്ങനെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാലില്ലേ തൊലിയൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കറുത്തു പോകില്ല കേട്ടോ. കുറേ നാൾ എന്താ പറയുക, ഒരു ഒന്നര ആഴ്ച അല്ല, ഒരു 2 ആഴ്ചയോളം നമുക്ക് അധികം പഴം പിന്നെ ഇരുന്ന് പഴുക്കൊന്നുമില്ല കേട്ടോ. ആ ഒരു രീതിയിൽ വെക്കണം. കുറച്ചുകൂടെ പഴുക്കാൻ നിൽക്കരുത് കേട്ടോ. എന്നാൽ നല്ല ഫ്രഷായിട്ട് നമുക്ക് ആവശ്യത്തിന് അതിൽ നിന്ന് എടുത്തിട്ട് ഉപയോഗിക്കാം. തൊലി ഒരുപാടൊന്നും കറുത്തൊന്നും പോകില്ല. പേപ്പറിൽ വെച്ചാൽ മതി എന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്ക് പേപ്പറിൽ വെച്ചിട്ട് കുറച്ചങ്ങ് പഴുത്തിട്ട് ഞാൻ എടുത്തു വെച്ചിട്ട് എനിക്ക് അങ്ങനെ കറുപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ രണ്ടായാലും കുഴപ്പമുണ്ടാവില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓവർ പഴുക്കരുത് പഴം. അതായത് നമ്മൾ പുറത്ത് വെച്ചിട്ട് തന്നെ പഴുക്കരുത്. ഞാൻ പറഞ്ഞ ആ ഒരു പഴുപ്പിൽ നിങ്ങൾ പേപ്പറിലാണെങ്കിലും കവറിലാണെങ്കിലും എടുത്തു വെച്ചാൽ നമുക്കൊരു 2 ആഴ്ചയോളം നല്ല അധികം പഴുക്കാതെ നല്ല കറക്റ്റ് പഴുപ്പിൽ തന്നെ നമുക്ക് പഴം എടുത്ത് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ പുറത്താണെങ്കിൽ നമുക്കത് പറ്റില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ പഴുത്ത് കറുത്ത് ചുങ്ങി നാശമായി അങ്ങനെ പോകില്ലേ. അപ്പോൾ അതുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനത് കുറേ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കി. ഒരു 2-3 കൊലയൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നേ, ഒന്നിച്ചല്ല, ഓരോരോ സമയത്ത്.
അപ്പോൾ ചെയ്ത് നോക്കിയിട്ടൊരു സക്സസ് ആയ ഒരു കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡെയിലി പഴം ആവശ്യമുള്ള വീടുകളൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് വേണം കേട്ടോ. ഡെയിലി ഒരു പഴം എന്തായാലും നമ്മൾ കഴിക്കും. അപ്പോൾ അത് നല്ലതുമാണ് കേട്ടോ, കുട്ടികളുടെ വീട്ടിലൊക്കെ നല്ലതല്ലേ. നമ്മൾ പെട്ടെന്ന് പഴമൊക്കെ പോയി വാങ്ങുന്ന സമയത്ത് നമുക്ക് നല്ലത് കിട്ടില്ല, നല്ല നാടൻ പഴമൊന്നും നമുക്ക് കിട്ടില്ല, എന്തെല്ലോ ആയിട്ടാണ് കിട്ടുക അല്ലേ. അപ്പോൾ അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മളെ പുട്ടക്കടുപ്പിലേക്ക് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് മീനൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ പുട്ട് 2 കുറ്റി പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അത്രയും മതി. പിന്നെ കുറച്ച് പൊടി ബാക്കിയുണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. തേങ്ങ റഫീക്ക് ചിരകുകയാണെങ്കിൽ എങ്ങനെയായാലും 2-3 തേങ്ങയൊക്കെ ചിരകി തരും കേട്ടോ. അപ്പോൾ കുറച്ച് നാളത്തേക്ക് അതിങ്ങനെ ഉണ്ടാവും. ഇപ്പോഴൊക്കെ ഞാൻ ചിരകുകയാണ്, വേഗം ഒരു തേങ്ങ ആവശ്യത്തിനുള്ള ചിരകി എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് 2-3 അങ്ങനെ ചിരകി വെക്കലും ഉണ്ട്. ഇന്നിപ്പോൾ എന്തായാലും അത് കാര്യമായി. അപ്പോൾ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫുഡ് ഉണ്ടാക്കിയ അവിടെയും കൂടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. മീൻ ഒക്കെ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ടൊക്കെ എടുക്കട്ടെ. എന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു ഇതോടുകൂടി തന്നെ ലഞ്ചും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ്ങിനായിട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിറങ്ങി വരിക ഏതൊരു ഇതിലാന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല നല്ല ടയർഡായിട്ടും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. മാത്രമല്ല ഈ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ വന്നിട്ട് കുക്കിംഗ് ഉണ്ടല്ലോ, അതെനിക്കിഷ്ടമല്ല കേട്ടോ. അതായത് നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനായിട്ടങ്ങ് ഫ്രീ ആയിട്ട് നിന്നാലാണ് അവിടെ നല്ല വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. എന്തായാലും ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുക, അത് നല്ല കാര്യമാണ്. പക്ഷേ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് വേണമല്ലോ പോവാനും. അപ്പോൾ അത്ര ഹെവി ആയിട്ടുള്ള ഒരു സംഭവമൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല, ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കി. കാരണം കുറേ നേരം നമുക്ക് കിച്ചണിൽ നിൽക്കാനുള്ള സമയമില്ല, എന്നാൽ ഫുഡൊക്കെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടേ പോകാനും പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ലഞ്ചും അങ്ങോട്ട് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുക്കറിൽ അരി ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഇതാ മാന്തൾ മീനാണ് കേട്ടോ ഇന്ന് കിട്ടിയത്, റഫീക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അത് ഒക്കെ ക്ലീൻ ആക്കിയിട്ട് എടുത്തു. അതിലേക്ക് ഞാൻ സിമ്പിളായിട്ട് എനിക്ക് മാന്തൾ അതുപോലെ തന്നെ മത്തിയൊക്കെ ഈ രീതിയിൽ വെക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ 2 ചെറിയ തക്കാളി ഇട്ടു, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി അല്ലി ചതച്ചിട്ട് ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുടംപുളിയാണ് കേട്ടോ എടുത്തത്, നിങ്ങൾക്ക് മറ്റേ വാളംപുളിയാണെങ്കിൽ അത് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പിന്നെ മുളക് പൊടി ഞാനൊരു 3 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത്രയും മതിയേ. അപ്പോൾ അപ്പുറത്ത് ഞാൻ കുറച്ചൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മാന്തളം എടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള മസാലയും കൂടെ അപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കല്ലുപ്പ് ഉപയോഗിക്കാൻ പറ്റുന്ന റെസിപ്പികളിലൊക്കെ കല്ലുപ്പ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുക. അല്ലാതെ നമ്മൾ ഉപ്പേരി അങ്ങനത്തെ പെട്ടെന്ന് എടുക്കുന്ന അങ്ങനത്തെ ഐറ്റം, ഇപ്പോൾ മീൻ ഫ്രൈ ചെയ്യാൻ അതിലേക്കൊക്കെ പൊടിയുപ്പ് അങ്ങനെ എടുക്കുക. അപ്പോൾ രണ്ടും ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ മസാലയും തക്കാളിയും ഒക്കെ ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കാം കേട്ടോ. മിക്സിയിലിട്ടിട്ടൊന്നും അടിക്കരുത്, അത് വേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് വേറെ തന്നെ ടേസ്റ്റാണ്, നല്ലൊരു വരട്ടാണ് കേട്ടത്. ലൂസാക്കണമെങ്കിൽ ലൂസാക്കാം, ടൈറ്റാക്കണമെങ്കിൽ ടൈറ്റാക്കാം അങ്ങനെ. അപ്പോൾ കുറച്ചുകൂടെ അതൊന്ന് ഞെരടി കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തു, ഒന്ന് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇനിയൊന്നുമില്ല അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീനും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ മീനിൽ മസാലയൊക്കെ നമ്മൾ പൊരിക്കാനുള്ളതിലേക്ക് മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഉപ്പേരിയിലേക്ക് വേണ്ടിയിട്ട് ബീൻസ് അത് ഇന്നലെ ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ ഒരു സമയത്ത് ഭയങ്കര ഒരു ആശ്വാസമാണ്. അപ്പോൾ ഇന്നലെ കിച്ചണിൽ നമ്മൾ വൈകുന്നേരം രാത്രിയിലത്തെ ഫുഡ് ഉണ്ടാക്കാൻ വന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ അങ്ങ് അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഉപ്പേരിക്ക് ചട്ടി വെച്ച് കൊടുത്തു. അപ്പുറത്ത് നമ്മൾ മീൻകറിക്കുള്ള മസാല ഉണ്ടല്ലോ അതവിടെ തിളക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കുപ്പി അവിടെ തന്നെ വെച്ചത് എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ടൈറ്റായിട്ടിരിക്കുക കേട്ടോ, എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മീൻകറിയൊക്കെ ആയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ വേണ്ട. അപ്പോൾ അതൊന്ന് ആ ഒരു സമയം ആ 2 അടുപ്പിൻ്റെ ചൂട് തട്ടിയിട്ട് അതൊന്ന് മെൽറ്റാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ബീൻസ് കട്ട് ചെയ്ത് വെച്ച് ക്ലീൻ ചെയ്തത് അത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് പിന്നെ പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ, അത്രയേ ഇടുന്നുള്ളൂ. വേണമെങ്കിൽ തേങ്ങ ചതക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ, നല്ല സിമ്പിളായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ തേങ്ങ ഇടാത്ത തോരനാണ് കേട്ടോ ഇഷ്ടം കഴിക്കാൻ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ. മറ്റേത് കഴിക്കും പക്ഷെ അങ്ങനെയല്ല, ഏറ്റവും കൂടുതൽ ഇഷ്ടം നമുക്കൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ അതിങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു സമയം കൊണ്ട് നമ്മളെ കറീൻ്റെ മസാലയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അടുപ്പത്ത് വെച്ച് തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ആ ഒരു മസാലക്കുത്തും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അത്രയും മതി കേട്ടോ. വറ്റിച്ചെടുക്കൊന്നും വേണ്ട.
അതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ള മീനില്ലേ, മാന്തൾ മീൻ, അത് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് നോക്കി നോക്കുക കേട്ടോ. ആദ്യം തന്നെ ഉപ്പ് പുളിയൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇനി മാന്തൾ പെട്ടെന്ന് വെന്ത് കിട്ടൂലേ, പെട്ടെന്ന് വേവുന്ന മീനല്ലേ. വെള്ളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക. വരട്ടിയതാണെങ്കിൽ അങ്ങനെയൊക്കെ ആക്കിയെടുത്താൽ മതിയേ. ഇതാ നമ്മൾ ബീൻസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ ഒന്നും കൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ അപ്പുറത്തെ ഫ്ലെയിമിൽ ഞാൻ നമ്മൾ മീനൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, രാവിലെ ഇത് ചെയ്ത് ചായയൊക്കെ കുടിക്കുമ്പോൾ കുറച്ച് സമയമൊക്കെ ഒന്ന് ഇരിക്കും. കുറച്ച് സമയം ഒന്ന് ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യും. എന്നിട്ട് എൻ്റെ ക്ലീനിങ് തുടങ്ങുമ്പോൾ ഞാനൊരു പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിട്ട് എല്ലാം കൂടെ പണിയെടുക്കുന്ന പോലെ തോന്നില്ല. നേരെ മറിച്ച് നമ്മൾ ചായ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി ചായ കുടിച്ച് ഇരുന്ന് പിന്നെ വന്ന് ലഞ്ചാക്കി പിന്നെ പോയിട്ട് അതിൻ്റെ കൂടെ തന്നെ ക്ലീനിങ് ചെയ്യുമ്പോൾ എനിക്കെന്തോ കുറേ ഒരു റെസ്റ്റ് ഇല്ലാത്ത എന്തൊക്കെയോ ചെയ്യുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പം നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലീനിങ്ങിൽ നമ്മൾ അലമാര അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാ അലമാരകളും കാര്യങ്ങളൊക്കെ. ഇനി റൂം അങ്ങനത്തതൊക്കെയാണ് കേട്ടോ ഇന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ മീനൊക്കെ വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കുറച്ച് കറിവേപ്പിലയും, അത്രയേ ഉള്ളൂ കേട്ടോ. കിടില ടേസ്റ്റുള്ള മീൻ കറിയാണ്. ചെയ്തവർക്ക് ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, അവർക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളേ. അപ്പോൾ നമ്മൾ മീനും ഇതാ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറും വാർത്തെടുത്തു. ഇപ്പോൾ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഞാൻ ഈ കിച്ചൺ ഇവിടെയും കൂടെ ഒന്ന് അടുപ്പ് കാര്യങ്ങൾ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, റഫീഖയ്ക്ക് പോകണം. അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു സ്റ്റൗവില്ലേ കുറേ വർഷമായിട്ടാണ്, ഒരു 10-15 വർഷമൊക്കെ ആയിട്ടുണ്ടാകും ഈ ഒരു ഗ്യാസ് സ്റ്റവ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഹൈട്രോൺ ആണ് കേട്ടോ ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത്. പഴയതാണ്, പക്ഷെ പഴയ ഗ്യാസൊക്കെ ഒരുപാട് നിൽക്കും, നല്ലതാണെന്ന് പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോഴും എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ചിലപ്പം ഈ ഫസ്റ്റിൽ നിൽക്കണ അതില്ലേ അതിൻ്റെ ആ ബർണർ ഫ്ലെയിം ചിലപ്പോൾ ഒന്ന് കുറയും കേട്ടോ, എന്നിട്ടത് കൂടില്ല. ആ ഒരു സമയത്ത് നമ്മൾ കാണിക്കുമ്പോൾ അവർ പറയും മാറ്റണ്ട, അടുപ്പ് ഇതന്നെ യൂസ് ചെയ്തോ. വല്ലാണ്ട് മോശമാകുമ്പോൾ നന്നാക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ മാത്രം ഇത് ഒഴിവാക്കിയാൽ മതി എന്ന് പറയും കേട്ടോ. അതിൻ്റെ പാർട്സ് എല്ലാം കിട്ടും, അത് നന്നാക്കി പോകുന്നതാണ് നല്ലതെന്ന് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനത് ഒഴിവാക്കലേ ഇല്ല, അതവിടെ ഇങ്ങനെ കൊണ്ടു നടക്കും കേട്ടോ ആ ഒരു സ്റ്റൗ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചായയൊക്കെ കുടിച്ചു, റഫീഖ് ഡ്യൂട്ടിക്ക് പോയി. ശേഷം ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മുറ്റൊക്കെ ഒന്ന് അടിച്ചിട്ട് അകവും ഒന്ന് താഴേക്കൊന്ന് അടിച്ചിടട്ടെ, എന്നിട്ട് നമുക്ക് ക്ലീനിങ്ങിനായിട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ തുടങ്ങി നിർത്തണം എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ വന്നാൽ നിർത്തിയാലും നമ്മുടെ വീട്ടിൽ വേറെ ബാക്കിയുള്ള പണികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വൈകുന്നേരം വരെ അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം, നമുക്ക് ദിവസങ്ങളും ഉണ്ടല്ലോ, പെട്ടെന്ന് തീർക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. നേരത്തെ തുടങ്ങിയ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചെടിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പൂവൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പുതിയ വാങ്ങിയ ചെടിയൊക്കെ ഞാൻ ബോൾസും തൈയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ ഏകദേശം പൂവൊക്കെ ആയിട്ട് വരുന്നുണ്ട്, മാഷാ അല്ലാഹ്. അപ്പോൾ ഇനി എൻ്റെ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫുഡാക്കൽ അങ്ങനത്തെ എല്ലാം കഴിഞ്ഞല്ലോ, മുറ്റടിക്കൽ, ഭയങ്കരമായിട്ടുള്ള വേറെ കാര്യങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ക്ലീനിങ്, നമ്മൾ റമദാൻ ക്ലീനിങ് ആയിട്ട് മേലത്തെ ഫ്ലോറ് പറ്റുന്ന അത്രയും ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പടി മേലെ എല്ലാ ഭാഗവും മേലെ നമുക്കുള്ളത് 2 റൂം, അതുപോലെ തന്നെ ഈ ഒരു ഹാള്, സിറ്റ് ഔട്ട്, പിന്നെ ഒരു ഓപ്പൺ, അതായത് നമ്മുടെ ആറിയിടുന്ന ആ ഒരു ഓപ്പൺ സ്പേസും ഇല്ലേ, അപ്പോൾ അത്രയാണ് കേട്ടത്. ആ ഒരു ഭാഗം മൊത്തത്തിലൊന്ന് തട്ടിമാറാനൊക്കെ ഒന്ന് തട്ടിയെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് പറ്റുന്നതിനനുസരിച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പണ്ടൊക്കെ അല്ലേ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവസാന ക്ലീനിങ് ചെയ്യുള്ളൂ കേട്ടോ. അതായത് നോമ്പിൻ്റെ ഒരു 3-4 ദിവസം മുമ്പേ ക്ലീനിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എനിക്ക് അങ്ങനെ ചെയ്താലേ സമാധാനം ഉണ്ടാവും, ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ കേട്ടോ ഫുള്ള്. എന്നിട്ട് ഇടിപടിന്ന് ചെയ്ത് അങ്ങനെ ഭയങ്കര ടയേർഡാവും. എന്നിട്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ നോമ്പ് ആവുമല്ലേ, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ കുറച്ചുകൂടെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് അപ്പോഴത്തേക്കും ടയേർഡ് ആവുകയില്ല, നന്നായിട്ട് ഒരുങ്ങാനും വേറെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കാനും എല്ലാം നല്ല റിലാക്സ് ചെയ്തിട്ട് തന്നെ, ക്ലീനിങ് ആണെങ്കിലും റിലാക്സ് ചെയ്തിട്ട് തന്നെ ചെയ്യാനും വേണ്ടിയിട്ട് പറ്റലുണ്ട് കേട്ടോ.
ഇപ്പം ഞാൻ ക്ലീനിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തന്നെ ഒരു 10 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ 10 മണി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. എന്തായാലും നമ്മളെ വീട് നമ്മളെപ്പോഴും ഇപ്പം റമദാൻ എന്ന് പറഞ്ഞിട്ട് റമദാനിലേക്ക് മാത്രമൊന്നല്ല, എപ്പോഴും നമ്മളെ വീട് ക്ലീനായിട്ട് കൊണ്ടു നടക്കുക തന്നെ വേണമല്ലേ. നമ്മളെ ശരീരം കൊണ്ടു നടക്കുന്ന പോലെ തന്നെ അതെന്തായാലും നമ്മൾ മോശമാക്കി ഇടൂലല്ലോ, വൃത്തികേടാക്കി ഇടൂലല്ലോ. അതുപോലെ തന്നെ നമ്മളെ വീടും നമ്മൾ താമസിക്കുന്ന വീടും നമ്മൾ നീറ്റാക്കിയിട്ട് തന്നെ മാക്സിമം നമ്മൾ നീറ്റാക്കിയിട്ട് തന്നെ വെക്കൂലേ. പക്ഷേ റമദാനാകുമ്പോൾ നമ്മൾ ഒന്നുകൂടെ എല്ലാം ഒന്ന് ചെയ്യുന്നത്, അല്ലെങ്കിൽ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കാര്യം നമുക്ക് റമദാൻ വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ശരിക്കും ഒരു പെരുന്നാൾ വരുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഉന്മേഷവും ഒരു പ്രത്യേക എനർജിയും ഒരു സന്തോഷമൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഒരുങ്ങും. ആ ഒരുങ്ങുന്നതിന് തന്നെ എന്താ പറയുക, നമുക്ക് ഭയങ്കര കൂലിയുണ്ട് കേട്ടോ എന്നാ പറയുക. കാര്യം നമ്മൾ വീടൊക്കെ ഒന്ന് ഒരുങ്ങും, നമ്മൾ തന്നെ ഒരുക്കും, നമ്മൾ മാനസികമായിട്ടും ഒക്കെ ഒന്ന് അതിലേക്കൊന്ന് പ്ലാൻ ചെയ്ത് നമ്മളൊന്ന് സെറ്റ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഈ പണ്ടെൻ്റെ ഈ നനച്ചോളി എന്നൊക്കെ പറയുന്നത് കേട്ടോ. അരി പൊടിപ്പിക്കുക, മുളക് പൊടിപ്പിക്കുക, അങ്ങനത്തെയൊക്കെ ചെയ്യും. അതൊക്കെ പിന്നെ കാലാവസ്ഥേൻ്റെ ഭാഗമായിട്ടും ചെയ്യും. പിന്നെ മാത്രമല്ല, നമ്മൾ ആ ഒരു സമയത്താണ് ഒരു കൊല്ലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കുക. പക്ഷെ ചിലർ പറയും, എന്തിനാ ഈ റമദാനാകുമ്പോൾ ഇങ്ങനെ പേടിക്കണേ, ഇങ്ങനെ ഇതാക്കുന്നത്, ഇതെല്ലാം കൂടെ ഒരു മാസത്തേക്ക് തിന്നാനുള്ളതാണോ, ഇതെന്താ അത് എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് ഞാനതിനെ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ് കേട്ടോ. കാര്യം ഇത് നോമ്പ് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റാണ്, ഒരു എനർജിയാണ്. അപ്പോൾ ആ ഒരു വീട് വൃത്തിയാക്കലും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ഒരുക്കലും നമ്മൾ ആ ഒരു മാസം കൊണ്ടെല്ലാം തിന്ന് തീർക്കുന്നൊന്നുമില്ലല്ലോ, ഈ ഒരുക്കിയതൊന്നും നാശാക്കിയിട്ട് പോകുന്നില്ലല്ലോ. പക്ഷേ ഈ ഒരുക്കുന്നതൊക്കെ ആ ഒരു ഇഷ്ടത്തോടു കൂടിയാണ് കേട്ടോ. ആ ഒരു ഇഷ്ടം കൊണ്ടും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. കാര്യം വീടാണെങ്കിലും ചിലർ വീട്ടിൽ തൊടാത്ത ആ ഒരു കൊല്ലത്തിൽ തൊടാത്ത ഏരിയകളുണ്ടാവും, വൃത്തിയാക്കാത്ത ഏരിയകളുണ്ടാവും. പക്ഷേ അതിൻ്റെ പേരിലാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ വീട് എല്ലാ ഭാഗത്തും നമ്മൾ കൈയെത്തിയിട്ട്, നമ്മളാണെങ്കിലും ഇനിയിപ്പോൾ ജോലിക്ക് ആളെ വെക്കാൻ പറ്റുന്നവരാണെങ്കിലും അങ്ങനെയാണെങ്കിലും വീടിൻ്റെ മൊത്തം ഭാഗം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നില്ലേ. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വീട്ടിലുള്ളവരാണെങ്കിൽ അങ്ങനെ പ്രശ്നം വരുന്നില്ല. പക്ഷെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ അതിനായിട്ടൊരു പ്രത്യേക ടൈമൊന്നും കിട്ടുന്നില്ല. പക്ഷെ അവർ പോലും ഈ ഒരു റമദാനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു സമയം കണ്ടെത്തിയിട്ടും അവർക്ക് ലീവുള്ള സമയത്തൊക്കെ നോക്കിയിട്ടും അവരിതൊക്കെ ചെയ്യുന്നില്ലേ. അപ്പോൾ അതന്നെയാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഉദ്ദേശമായിട്ട് എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായമാണ്. പിന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ തുടങ്ങാൻ സമയമായിട്ടാണ്. കാരണം നമുക്ക് ഇനി വീക്കെൻഡുകളല്ലേ അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഓരോ വീക്കെൻഡിലും നിങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും വലിയ ഒരു തിരക്കില്ലാതെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളവർ നമ്മളെ വീഡിയോ അങ്ങനെയുള്ളവർ കാണുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എങ്ങനെയായാലും ഇപ്പോൾ കുട്ടികളുള്ളവരൊക്കെ ആണെങ്കിലും അങ്ങനെ വീട്ടിൽ ഉള്ളവരെ കൊണ്ടും പണിയിൽ ഇൻവോൾവ് ആക്കുക കേട്ടോ. നമ്മൾ ഒരു റൂം ചെയ്യുമ്പോൾ ബാക്കി ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു റൂം അല്ലെങ്കിൽ വേറൊരു ഏരിയ അവർക്ക് കൊടുത്ത് അവരും ചെയ്യുക. അങ്ങനെ ജോയിനായിട്ട് ക്ലീൻ ചെയ്യാനും ഒക്കെ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മളും വലിയ ടയേർഡാവില്ല, കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ആകുമ്പോൾ എളുപ്പത്തിൽ ക്ലീൻ ചെയ്ത് എടുക്കാനും വേണ്ടിയിട്ട് പറ്റുമല്ലോ. ഒരാൾ തന്നെ ഇത് ചെയ്യേണ്ട കാര്യം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പം എനിക്ക് റഫീക്ക മുൻഭാഗമൊക്കെ റഫീക്കാണ് കേട്ടോ ചെയ്തു തരിക. അതായത് വീടിൻ്റെ പുറമില്ലേ, ഇപ്പം ഞാൻ തുടക്കുന്ന ഈ ജനൽ കമ്പികളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ പുറം ഭാഗം ഉണ്ടല്ലോ, അപ്പം അതൊന്നും നമുക്ക് നിന്നിട്ട് തുടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവിടെയൊക്കെ അതൊക്കെ റഫീക്കാണ് കേട്ടോ എനിക്ക് തുടച്ച് തരിക. വീടിൻ്റെ പുറം ഭാഗമൊക്കെ അത് ഏതെങ്കിലും ഒരു ദിവസം രാവിലെ റഫീക്ക പോകുന്നതിന് മുമ്പായിട്ട് രാവിലെ ഞങ്ങൾ രണ്ടാളും കൂടെ നിന്നിട്ട് അങ്ങനെ തുടക്കുകയാണ്. ഞാനൊന്ന് നിന്ന് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തു തരും. അപ്പം അങ്ങനെ നമ്മളെ വീട്ടിലുള്ളവർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെയും കൂടെ ഇൻവോൾവ് ആക്കിയിട്ട് ചെയ്യുക. അല്ലാത്തവർ ഇനിയിപ്പോൾ ആളെ വിളിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. പറ്റുന്ന പോലെയൊക്കെ നമ്മൾ വീട് വൃത്തിയാക്കിയിടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു റൂമിലെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ 2 ബക്കറ്റിൽ വെള്ളം എടുക്കും. കുറച്ച് ഷാമ്പൂ ആണ് കേട്ടോ, എൻ്റെ കയ്യിലെ കുറച്ച് ഷാമ്പൂ ആണ് ഞാൻ ആക്കിയത്. അതാകുമ്പോൾ നല്ല സ്മെല്ലും ഉണ്ടാവും, പെട്ടെന്ന് ക്ലീൻ ആവുകയും ചെയ്യുമല്ലോ. പിന്നെ എനിക്ക് ഈ സോപ്പ് പൊടി ഉപയോഗിക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ ഡ്രൈ ആവും കേട്ടോ. കൈ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്കില്ല കേട്ടോ. പക്ഷേ ഈ സോപ്പ് പൊടിയിൽ നമ്മൾ കുറേ സമയം ഇങ്ങനെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകയല്ലേ, ആ ഒരു തുണിയിൽ എന്തായാലും അത് ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ ഒരു ഷാമ്പു ഉപയോഗിച്ചാൽ നമുക്കത് വരുന്നില്ല കേട്ടോ.
അപ്പോൾ അങ്ങനെ 2 ബെഡ്റൂം ക്ലീൻ ആക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 12:30 ആയപ്പോൾ 12:15 ഞാൻ നിർത്തിയിട്ടാ. അപ്പോൾ അതിന് ശേഷം നമസ്കാരവും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാ. ഇനിയിപ്പോൾ പെട്ടെന്ന് എടുക്കുകയൊന്നുമില്ല, ഞാൻ നിർത്തിയാലോ എന്ന് വിചാരിച്ചു കേട്ടോ. 2 റൂം കഴിഞ്ഞു, ബാക്കി പിന്നെയെന്ന് വിചാരിച്ചു, പിന്നെ എടുത്താലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കലും കൂടെ കഴിയട്ടെ. അപ്പോൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ മാക്സിമം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ, 2 ബെഡ്റൂമാണ് നമ്മൾ ചെയ്തത്. ബെഡ്റൂമിൽ ജനൽ കമ്പികളും അലമാര നമ്മൾ ക്ലീൻ ചെയ്ത, എന്നാലും അലമാരൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് തുടച്ചു, കട്ടിൽ, ജനൽ, വാതിൽ, ഇത്രയാണ് ചെയ്തത്. ഇനിയിപ്പം എനിക്ക് ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള സംഭവമാണ് ഇത് കേട്ടോ. ഇതും നമ്മൾ ഇത് കണ്ട നല്ല പൊടിയാട്ടോ, വെള്ളമൊക്കെ കൂടെ കറുപ്പായിട്ടുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് ക്ലോത്ത് വെച്ചിട്ട് തുടച്ച് 2 തവണ തുടച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ നിങ്ങൾ ഈ കാണുന്ന ഈ ഭാഗവും അത് തന്നെ പുറത്തുനിന്ന് കാണുന്ന ആ ഭാഗവും കൂടെ തുടക്കണം കേട്ടോ. ഇവിടെ നിന്നിട്ട് അപ്പുറം ഭാഗം തുടക്കാൻ കുറച്ച് റിസ്ക്കുമാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. നല്ല വൈറ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. കുറച്ച് റിസ്ക് തന്നെയാണ് കേട്ടോ ശരിക്കും. നമ്മൾ ഇങ്ങനത്തെ വൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മഴയത്തും അങ്ങനെയൊക്കെ മോശമാകുന്നത് മാത്രമല്ലാണ്ട് ഈ കുരങ്ങുകൾ കയറി മറഞ്ഞ് അവരെ പാടുകൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം ഞാൻ ഈ ആദ്യം ചെയ്ത ആ ഒരു ഭാഗം ഞാൻ നീറ്റാക്കിയിട്ടാണ്. കാണാൻ നല്ല വൃത്തിയുണ്ട് കേട്ടോ. തുടച്ച് കഴിഞ്ഞാൽ 2 തവണ തുടച്ച് കഴിഞ്ഞാൽ നല്ല പ്യൂർ വൈറ്റായിട്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിൽ ബാക്കിയും കൂടെ ചെയ്യട്ടെ. ശരിക്കും ഈ വൈറ്റ് കമ്പി അല്ലെങ്കിൽ ഇങ്ങനെ വൈറ്റിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. പക്ഷേ എന്താ പറയുക, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ടാസ്ക്കാണ് കേട്ടോ, നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ട പോലെ പെട്ടെന്നൊന്നല്ല, കുറേ സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ സമയം എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് കൊടുത്ത് 4 മണി ഞാൻ അസ്ര നിസ്കരിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പോൾ മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഈ ഒരു സമയം ഇപ്പോൾ വൈകുന്നേരം വരെ എന്തായാലും ഫ്രീ ആയിട്ടിരിക്കല്ല, ആ ഒരു സമയം കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വൈകുന്നേരം തൊട്ട് നമ്മൾ എന്തായാലും നാളെ രാവിലെ വരെ ഫ്രീ ആണല്ലോ. അപ്പോൾ ഇനി ഈ സ്റ്റെയറും കൂടെ ഒന്ന് താഴെ വരെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. എന്നിട്ട് നമ്മുടെ അലക്കിയത് ആറിയിടുന്ന ആ ഒരു ഓപ്പൺ സ്പേസ് ഇല്ലേ, അവിടെ പോകാമെന്ന് വിചാരിച്ചു. അടുത്ത എൻ്റെ ഒരു ടാസ്ക് ഇവിടെയാണ് കേട്ടോ. ഇവിടെ വീട്ടിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല, നമ്മളെ വീട്ടിൽ ബുദ്ധിമുട്ടുള്ള ഏരിയ ഉണ്ടാവില്ല. അതെനിക്കൊന്ന് ആ ഒരു സിറ്റ് ഔട്ടിൽ ആ കമ്പിയും അതുപോലെ തന്നെ ഈ ഒരു ഓപ്പൺ സ്പേസ് ഇതും പിന്നെ നമ്മളെ വർക്ക് ഏരിയയിലെ ആ ഒരു നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതാണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ വീട്ടിൽ പണി കഴിഞ്ഞു. ബാക്കി എവിടെയും അങ്ങനെ കാര്യമായിട്ടുള്ള പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഒന്ന് ഓടിച്ച് പോകാനേ ഉണ്ടാവുള്ളൂ. ഇത് പക്ഷേ മഞ്ഞ കളർ ഉണ്ടാവും, അതിങ്ങനെ വൈറ്റ് ആക്കിയിട്ട് എടുക്കേണ്ടത് കുറച്ച് ടാസ്ക് തന്നെയാണ് കേട്ടോ. ഞാനെന്തായാലും അത് വേഗം ക്ലീൻ ആക്കിയിട്ട് എടുക്കട്ടെ. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെ പെട്ടെന്നൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്, നല്ലോണം സമയം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മളെ കുട്ടികൾ പഠിക്കുന്ന ഏരിയ, മേശ, ടേബിള് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ ടേബിൾ ഏരിയ, അവരുടെ ബുക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അവരെ കൊണ്ട് തന്നെ ഒതുക്കി പെറുക്കി ക്ലീനാക്കി വെപ്പിക്കുക കേട്ടോ. അത് അവർക്കൊരു ശീലമാവുകയും ചെയ്യും, നമുക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. ആ ഒരു ഭാഗത്തൊക്കെയാണ് ശരിക്കും ക്ലീനിങ് കുറച്ച് സമയമൊന്നും നമുക്ക് പോവുക. അപ്പോൾ അത് അവരെ കൊണ്ട് തന്നെ മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആഴ്ചയിലൊരിക്കൽ അവരെ കൊണ്ട് അത് നീറ്റാക്കിയിട്ട് വെപ്പിക്കുക കേട്ടോ. അപ്പോൾ അത് എപ്പോഴും നീറ്റായിട്ട് തന്നെ ഇരുന്നോളൂ, അവരുടെ ഒരു ബുക്സ് ബാഗൊക്കെ വെക്കുന്ന ആ ഒരു ഏരിയ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ക്ലീനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച ആ രീതിയിൽ മേലത്തെ ഫ്ലോറ് മൊത്തത്തിൽ തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം കഴിഞ്ഞതിന് ശേഷം ഞാൻ മൊത്തം ഒന്ന് അടിച്ചു വാരി അതിന് ശേഷം ഒന്ന് തുടച്ചും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം വിസിബിളാണെന്ന് എനിക്കറിയില്ല. ആ ഒരു മഞ്ഞായിട്ടിരുന്ന സ്ഥലമൊക്കെ ഇപ്പോൾ നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നല്ല ടയേർഡായിട്ടുണ്ട് കേട്ടോ. എത്രയും ഒരു 6:10 ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നിർത്തുമ്പോൾ. ഇനി പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആവട്ടെ കേട്ടോ. ഇനി നാളെ വരെ റെസ്റ്റ്. എന്നാലും ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. ഇത്രയും ഏരിയ കഴിഞ്ഞല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമുണ്ട്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിട്ടും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോലെ. ലൈക്കിൻ്റെ കാര്യം മറന്നേ പോണ്ട കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.